നമസ്തേ. ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാന്റെ അന്ത്യവരവിനെക്കുറിച്ചും അന്ത്യവിചാരണയെക്കുറിച്ചും ദൈവവിധിയെക്കുറിച്ചുമൊക്കെ നാം കേൾക്കാറുണ്ട്. വേദപുസ്തകങ്ങളൊക്കെ അത് നമ്മെ അറിയിച്ചു തരുന്നുമുണ്ട്. എവിടെ എങ്ങനെ ആരാൽ നിർവഹിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയോ വ്യക്തതയോ നമുക്ക് നൽകുന്നില്ല. ക്രിസ്തുമതമാണെങ്കിൽ ക്രിസ്തു തന്നെ അതേ നാമത്തിൽ വീണ്ടും അവതരിക്കുമെന്ന് വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ അതിന് ചരിത്രമോ ഈ വേദഗ്രന്ഥങ്ങളോ പുരാണ ഇതിഹാസങ്ങളോ ഒന്നും സാധൂകരണം നൽകുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്: ഈ അന്ത്യവിചാരണയും ദൈവവിധിയും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള വളരെ ചെറിയ ഒരു ജനവിഭാഗം മാത്രം അതറിയുകയും സാക്ഷികളാകുകയും അതിന്റെ സദ്ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ആത്മമോചന കർമ്മം ഇന്ന് ഭൂമിയിൽ നിർവഹിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ ചെട്ടിവിളങ്ങര സേവാശ്രമാചാര്യൻ സ്വാമി ഗുരുജ്ഞാനാനന്ദജിയുടെ ഈ ഹ്രസ്വമായ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്കുക. Let us enjoy this short video. സ്വർഗനായക വാഴുക വാഴുക, ഭൂമി പാലക വാഴുക വാഴുക, സ്വർഗനായക വാഴുക വാഴുക, ഭൂമി പാലക വാഴുക വാഴുക. നമ്മളീ വ്രതമെടുക്കാൻ തുടങ്ങിയിട്ട് ഇനിയും 41 ഒരു 10-20 ദിവസം തന്നെ ഇല്ല. 41 ദിവസം വരെയും എല്ലാവരും പരിശുദ്ധമായ വ്രതം അനുഷ്ഠിക്കണം. പിന്നെ പുറത്തു നിന്നും പരമാവധി ആഹാരം ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. നല്ല ശുദ്ധമായ ആഹാരമേ കഴിക്കാവൂ. ഈ വ്രതമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ഈ ശരീരവും എല്ലാം ശുദ്ധീകരിക്കപ്പെടാൻ ഉപവാസയജ്ഞം കൂടിയുണ്ടെങ്കിൽ ഉപവാസം നടത്തുമ്പോൾ കൂടുതൽ അതിനൊരു മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് കൂടുതൽ ഒരു പ്രചോദനം ഉണ്ടാകും. അങ്ങനെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോടടുക്കുന്നു എന്നാണ് അതിൻ്റെ. ഒരു വർഷത്തെ നമ്മുടെ ഈ ശുദ്ധവ്രതം, ഒരു വർഷത്തേക്കുള്ള ഊർജം, നമുക്കെല്ലാം പ്രവൃത്തിയും ചെയ്യുവാനുള്ള മാനസികമായ കഴിവും അറിവും ഈ വ്രതശുദ്ധി കൊണ്ട് നമുക്ക് ക്രമേണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ആശ്രമത്തിൽ വരുന്നവർ ശനിയും ഞായറും ശുദ്ധവ്രതം എടുക്കണം. പിന്നെ ഇവിടെ നടക്കുന്ന ഗുരുദേവൻ്റെ പക്കപ്പിറന്നാൾ ചതയം ദിനത്തിലും സ്വാമിജിയുടെ പക്കപ്പിറന്നാൾ വിശാഖം ദിനത്തിലും ഒക്കെ ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ മനുഷ്യൻ പങ്കെടുക്കണം, വേണ്ടത്ര ദാനധർമ്മം ചെയ്യണം. ഇവിടെ നേർച്ചയുണ്ടെങ്കിൽ സ്വർണ്ണപ്പണ്ടങ്ങൾ വരും, മറ്റു പല സാധനങ്ങളും നേർച്ചയിൽ വരും. നേർച്ച സാധനം ഒരു കോളത്തന്മാല പോലും നേർച്ച വന്നാൽ ഇവിടെ സ്വീകരിക്കത്തില്ല. ഇവിടെ നേർച്ചയില്ല, ആനയോട്ടമില്ല, ഉത്സവമില്ല, ഇങ്ങനെ യാതൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനാക്കുക, അല്ലെങ്കിൽ ദൈവത്തോളം വലുതാക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. ദൈവത്തോളം നമ്മൾ വലുതായാൽ, ദൈവം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്നുണ്ട്. അത് ഈ കടുക് പോലെ സൂക്ഷ്മവും അണു പോലെ സൂക്ഷ്മവും ആന പോലെയോ മല പോലെയോ ഈ കാണുന്ന ആകാശം പോലെയോ അത് വിസ്തൃതിയുള്ളതാണ്. സകല ജീവജാലങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും പഞ്ചഭൂതങ്ങളിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഏകശക്തിയാണ് ഈശ്വരൻ. അഖണ്ഡമായ ഒരു ശക്തി. ആ ശക്തിയാണ് നമ്മൾ ബ്രഹ്മമെന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മത്തിനിവിടെ നാരായണൻ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് യേശുവെന്നും ഈ അള്ളാഹുവെന്നും ഒക്കെ ഈ ഒരു ദൈവത്തിനെ അവരവരുടെ പ്രമാണമനുസരിച്ചും വിശ്വാസമനുസരിച്ചും പേരുകൾ പറയാം. അയ്യപ്പനെന്നും പറയാം. പക്ഷേ ഈ പേരുകളൊന്നുമല്ല. പേരും രൂപവും നാമവും ലിംഗവും ഒന്നും സത്യദൈവത്തിലില്ല.
ആ സത്യമെന്ന് പറയുന്നത് ലോകമാകെ നിറഞ്ഞിരിക്കുന്നു. നിന്റെ കാൽപാദം മുതൽ ശീർഷം വരെയും സത്യമെന്ന് പറയുന്ന വസ്തു നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സത്യത്തെ നമ്മൾ ശോധന ചെയ്തറിയണം. അതിനുവേണ്ടിയായി പ്രാർത്ഥന പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സും ആത്മാവുമൊക്കെ ശുദ്ധിയാകും. അങ്ങനെ ശുദ്ധിയാകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിശോധിച്ച് അറിയുവാൻ കഴിയും. ചില രോഗികളൊക്കെ വന്ന് അകലങ്ങളിൽ നിന്ന് ഇവിടെ പിടയുകയാണ് ചിലർ. അതെന്താണെന്ന് ചോദിച്ചാൽ അവരവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ചത് തിരുത്തണം. അത് ശരിയാണെന്ന് ഒരിക്കലും തീരുമാനിക്കരുത്. പാപം പാപം തന്നെയാണ്. അത് ഇവിടെ പറയുന്ന പാപം മദ്യം, 1. 2 അവ്യഭിചാരം, വ്യഭിചാരം പാടില്ല. പിന്നെ 3-ാമതായി പറയുന്നത് കൊല്ലാൻ പാടില്ല, തിന്നാൻ പാടില്ല, ഹിംസ പാടില്ല. പിന്നെ പരോപദ്രവം ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ പാടില്ല, മറ്റുള്ളവരെ ഒന്നും ആഗ്രഹിക്കുവാൻ പാടില്ല. പിന്നെ വിഗ്രഹാരാധന അല്ലെങ്കിൽ ബഹുദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. ഒരു ദൈവത്തെ പ്രാർത്ഥിക്കണം. ആ ഒരു ദൈവം മാത്രമേ, ആ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പല ദൈവങ്ങളെ കണ്ട എന്താ പറയാനാ? പല ദൈവങ്ങളില്ല. ആ ഇല്ലാത്തതിനെ നമ്മൾ വെറുതെ ഉണ്ടെന്ന് ഊഹിച്ച് വെറുതെ അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഒരു ഫലവും കിട്ടത്തില്ല, കിട്ടുന്നുമില്ല. എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഈ രാജ്യത്ത് ദിനം പ്രതി നിമിഷം പ്രതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാനം എന്ന് പറയുന്ന അദ്ദേഹം മന്ത്രിസഭയിലുള്ള അവരുടെ ആൾക്കാരെല്ലാം വിളിച്ച ദിവസം ആശുപത്രി കിടന്നുണ്ട്, സംഭാഷണം എല്ലാം നടത്തി. പക്ഷെ അന്തോ ഒരു അസുഖമില്ല പ്രത്യേകിച്ച്. പക്ഷേ അവിടെ കാലെല്ലാം മുറിച്ചു. ആദ്യം പാദം മുറിച്ചു, പിന്നെ മുട്ടിന് താഴെ മുറിച്ചു, എന്നാലും ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. പെട്ടെന്ന് പക്ഷേ അറ്റാക്ക് വന്നായതും അദ്ദേഹം അറിയുന്നില്ലല്ലോ. അറ്റാക്ക് വന്ന് മരിച്ചു. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു സ്ഥാനത്ത് കയറിയാൽ ഞാനേ ആകാവൂ, മറ്റാരും ആകരുത് എന്നൊക്കെയുള്ള ഈ മനുഷ്യൻ്റെ ആക്രാന്തം ഉണ്ടല്ലോ, ഇതെല്ലാം ഒടുങ്ങണം. ഒരു പെണ്ണ് മനയാന്ന് മരിച്ചില്ലേ, എന്തോ ഡോക്ടറാണ്, MBBS കഴിഞ്ഞു, മാസ്റ്റർ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സർജറി എല്ലാം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക, 2-3 കൊല്ലമായതും. അപ്പോൾ ഒരു കൂടെ പഠിച്ച ഒരു ചെറുക്കനെ ഇവിടെ വിവാഹം കഴിക്കണം. അവന് വേണ്ടത് 1 കോടി രൂപയും 1.5 കിലോ സ്വർണവും പിന്നെ ഒരാഡംബര കാറും 1 ഏക്കർ സ്ഥലവും. അവിടെ അച്ഛൻ കൊടുക്കാമെന്ന് പറഞ്ഞ 50 പവൻ, പിന്നെ 1 ഏക്കർ സ്ഥലം, 1 കാറ്. ഇങ്ങനെ അയാളുടെ കഴിവനുസരിച്ച് അയാൾ 50 പവനേ പറയുന്നുള്ളൂ. അയാളുടെ കഴിവനുസരിച്ച് കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടെ അപ്പൻ, ആ ചെറുക്കൻ്റെ അച്ഛൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവള് ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ട് വിഷം കുടിച്ചോ കെട്ടി എന്നോ ചത്തു. ഇന്നലെ ഒരു പെണ്ണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത് 2-3 കൊല്ലം. അവൾ മോണ്ടേന്ന് ചാടി, അവൾ എത്തും. ഡോക്ടർമാരല്ലേ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അറിവുള്ളവരല്ലേ? ഇവരുടെ എല്ലാം ഉള്ളിൽ കടുത്ത ചെകുത്താന്മാരായിരിക്കുന്നേ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ്റെ അധിവാസത്തിനുള്ളതാണ് മനുഷ്യഹൃദയം. ആ മനുഷ്യഹൃദയം ഈശ്വരാധിവാസത്തിന് യോഗ്യമല്ലെങ്കിൽ പിന്നെ അവിടെ ആരാ വസിക്കുന്നത്? അവിടെ ആരാ വസിക്കുന്നത് പറ? അവിടെ ചെകുത്താനാ വസിക്കുന്നത്. ചെകുത്താൻ. ആ ചെകുത്താനാണ് പ്രചോദനം നൽകുന്നത്. ആ ചെകുത്താനെയാണ് ഇവിടെ അധികം പേരും ആരാധിക്കുന്നത്. ഒരു ദൈവം എന്ന് പറയുകയല്ലാതെ ആ ഒരു ദൈവത്തിലേക്ക് വരാൻ എല്ലാവർക്കും മടിയാണ്. യേശു തന്നെ ഒരു ദൈവമല്ലേ? യേശു പറയുന്നു, ഞാൻ സത്യവും ജീവനും വഴിയുമാകുന്നു. അപ്പോൾ യേശു തന്നെ ഒരു ദൈവമാണ്. ആ യേശുവിനെ ഗുരുവായി അംഗീകരിക്കുകയും ഈശ്വരനായി സ്വീകരിക്കുകയും ചെയ്താൽ ഒരു ദൈവമാകും. ഇതിൻ്റെ ഇടയ്ക്ക് പല പുരോഹിതന്മാരെയും മാതാവിനെയും ഒക്കെ ഇടയ്ക്ക് മധ്യവർത്തിയായി വെച്ചാൽ യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതാ കിടന്ന് വട്ടം കറങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വട്ടം കറങ്ങാനേ പറ്റും. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിൽ? എല്ലാം കീഴ്ഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമറിയുന്നു ഈ സംഭവങ്ങളെല്ലാം. യേശുവിൻ്റെ അവതാരം കൊണ്ട്
അദ്ദേഹത്തിൻ്റെ ആ മഹാശക്തി കൊണ്ടാണ് ജനസംഖ്യ കൂടി വരേണ്ടത്. ആ മതം പോഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കൊണ്ടും ആദർശം കൊണ്ടുമാണ്. അല്ലാതെ ജനങ്ങളെ പലവിധ പ്രലോഭനങ്ങൾ നൽകി മതം വലുതാക്കുന്നത് പുണ്ണ് മതത്തിൽ ഉണ്ടാക്കുന്നതിന് ഉണ്ടാകുന്നതിന് തുല്യമാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ മതങ്ങളും ചെയ്ത പാപം വ്യക്തികൾ ചെയ്താലും സമൂഹം ചെയ്താലും സംഘടന ചെയ്താലും മതങ്ങൾ ചെയ്താലും അനുഭവിച്ചേ പറ്റും. അതനുഭവം വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം യുഗാന്ത്യമായി, യുഗത്തിൻ്റെ അവസാനമാണ്. നാരായണ ഗുരു മത അധ്യക്ഷനായി, അദ്വൈത മതത്തിൻ്റെ പരമാചാര്യനായി ഈ ലോകത്തിൻ്റെ നെറുകയിൽ വിളക്ക് പോലെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ടും ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനോട് താണ് വീണ് പറഞ്ഞ് ആ ശുഭാനന്ദന് ആ ആശ്രമം നടത്താനും ജാതി മതഭേദം കൂടാതെ ആ പ്രാർത്ഥനയും ഒക്കെ നടത്തി ജാതിക്കെതിരായി പ്രവർത്തിച്ച് ഒരാത്മബോധമുള്ള ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗുരുദേവൻ അദ്ദേഹത്തിന് അധികാരപത്രം എഴുതി കൊടുത്തു. എന്നിട്ട് ശുഭാനന്ദനെ വിളിച്ചടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ പോയി ഈ ജാതി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളുക. നീ കൂടുന്നിടത്ത്, നീ ചെല്ലുന്നിടത്ത് 10 പേര് കൂടിക്കൊള്ളും. ഗുരുദേവൻ അനുഗ്രഹിച്ച വിട്ടത്. അപ്പോൾ ഗുരുദേവൻ അവിടുത്തെ ഇദ്ദേഹത്തെ, ഈ ശുഭാനന്ദനെ, സ്വാമിയെ അവിടുത്തെ ശിഷ്യനായി സ്വീകരിക്കുകയും കുറേ ആൾക്കാരെ ധർമ്മതീർത്ഥസ്വാമിയുടെ നേതൃത്വത്തിൽ കുറേ ശിഷ്യന്മാരെ വിട്ട് ഈ ആത്മബോധ സംഘത്തിന് വേണ്ടുന്ന നിയമാവലികളെല്ലാം തയ്യാറാക്കി കൊടുക്കുകയും ആ നിയമമനുസരിച്ച് ശുഭാനന്ദൻ ആചാര്യനായും കുഞ്ഞുപിള്ള സ്വാമി എന്ന് പറയുന്ന ധർമാനന്ദ സ്വാമികൾ അവിടുത്തെ സെക്രട്ടറിയായും കൊട്ടാരത്തിലെ രഘുവർമ്മ തമ്പുരാൻ അതിൻ്റെ രക്ഷാധികാരിയായും അധികാരമേറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ പരമാധികാരി ആരാണ്? നാരായണ ഗുരുവാണ്. പക്ഷേ നാരായണ ഗുരുവിനെ പുറന്തള്ളിക്കൊണ്ട് ഈ ശുഭാനന്ദൻ ഞാൻ കൽക്കി അവതാരമാണെന്ന് പറഞ്ഞ് കിരീടമൊക്കെ വെച്ച് വാണരുളുകയാണ് ഇന്നും. ഞാനത് പറഞ്ഞു പോയതുകൊണ്ട് അവിടുന്ന് കുറേ സന്യാസിമാർ ഇവിടെ വന്നു ചോദ്യം ചെയ്യാൻ. അപ്പം അവർ പറയുന്നതിൽ പ്രധാനം ശുഭാനന്ദൻ പറഞ്ഞു കൽക്കി അവതാരമാണെന്ന്. ശുഭാനന്ദൻ അയാൾ കൽക്കി അവതാരമാണെന്ന് പറഞ്ഞെന്നാണ്. മനസ്സിലായി? അപ്പം ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കൽക്കിയാണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ? ഗുരുദേവൻ ഒന്നുമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു രോഗിക്ക് രോഗം ഭേദമാകുമ്പോൾ ഒരു ഇലയോ ഒരു പഴമോ എടുത്ത് കൊടുക്കുന്നത് എന്താണ്? എൻ്റെ വലിപ്പം കൊണ്ടല്ല ഈ രോഗം മാറുന്നത്, ഈ പഴം കൊണ്ടോ ഈ ഇല പച്ചമരുന്ന് കൊണ്ടോ ആ രോഗം മാറുന്നതെന്നാണ്. അത് ജനങ്ങളെ അടുത്ത മുമ്പിൽ ഈ വിധത്തിലാണ് ആ വിവേകി പ്രവർത്തിച്ചതെങ്കിൽ അദ്ദേഹം എങ്ങനെ പറയും ഞാൻ കൽക്കിയാണെന്ന്? അദ്ദേഹം പറയത്തില്ല, വിവേകികൾ പറയത്തില്ല. വിവരമില്ലാത്തവരാണ് ഞാൻ കൽക്കിയാണെന്ന് പറയുന്നത്. അതല്ലേ കിരീടം എടുത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ വല്ലവൻ കിരീടം എടുത്ത് ഈ കാലത്ത് വെക്കുന്നു. എത്ര ബോധമുണ്ട്! ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൂടെ മനസ്സിലാക്കണം. അതിൻ്റെ കാലമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ പുറത്ത് വരത്തില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അവർ പറയുന്നത് അവർ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആ അഭയകേന്ദ്രമാണ് ശുഭാനന്ദനെന്ന്. കോടിക്കണക്കിന് ലോകത്തുള്ള മഹാജനങ്ങളെല്ലാം നാരായണ ഗുരുവിനെ അക്കാലം മുതൽ ദൈവമായി അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ തലശ്ശേരിയിൽ അവിടെ ഗുരുദേവൻ കാലത്ത് തന്നെ അവിടെ വെങ്കല പ്രതിമ ഉണ്ടാക്കി വെച്ച് ഗുരുദേവനെ ആരാധിക്കാൻ തുടങ്ങി. ഗാന്ധിജിയും ടാഗോറുമൊക്കെ ആരെടുത്താണ് വന്നത്? മന്നത്ത് പത്മനാഭൻ ആരുടെ അടുത്ത് ചെന്നാണ് വൈക്കത്തെ സത്യാഗ്രഹം കഴിഞ്ഞെന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന യാത്രയിൽ മന്നത്ത് പത്മനാഭനും കൂടെയുള്ള സവർണരും എല്ലാം ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനും 3 പ്രദക്ഷിണം വെച്ചിട്ടാണ് പോയത്. എന്നാൽ പിന്നെ ശുഭാനന്ദടുത്തിട്ട് വരാൻ ചെന്നത്. അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഗുരുദേവനെ അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. ഇന്നും എല്ലാ ജാതി മതങ്ങളും ഗുരുദേവനെ അംഗീകരിച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് 1 ലക്ഷമോ 2 ലക്ഷം ആൾ കാണാൻ വരുന്നത്.
എല്ലാ വെല്ലുവിളികളും ഈ ഭഗവാൻ ഏറ്റെടുത്തിരിക്കുന്നു. സത്യം.